വാർത്തയിലേക്ക്. കാട്ടാനാക്രമണത്തിൽ വയോധികൻ കൊല്ലപ്പെട്ടു. പറമ്പിക്കുളം തേക്കടിയിലാണ് സംഭവം. തൃശൂർ വഴുക്കുംപാറ ചുവന്നമണ്ണ ചിറക്കാട്ടിൽ വീട്ടിൽ 66-കാരൻ മാധവനാണ് മരിച്ചത്. വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. തേക്കടി വരടിക്കുളം എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന മാധവൻ സുഹൃത്തുക്കളോടൊപ്പം അല്ലിമൂപ്പൻ കോളനിയിലെ കടയിൽ നിന്ന് തിരിച്ചു പോകുന്നതിനിടെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ഗോപി, കണ്ണൻ എന്നിവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. മാധവൻ കാട്ടാനയുടെ മുന്നിലകപ്പെട്ടു. കാട്ടാനയുടെ അടിയേറ്റ് തലയ്ക്ക് സാരമായി പരിക്കേറ്റ മാധവനെ പാലക്കാട് ജില്ലാശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 1.5 മാസം മുൻപാണ് മാധവൻ തേക്കടി എസ്റ്റേറ്റിൽ ജോലിക്ക് ചേർന്നത്. അവരുടെ താമസ സ്ഥലത്തിന് തൊട്ടടുത്ത് വെച്ച് ആന ഇങ്ങോട്ട് വന്ന് അവരെ ആക്രമിച്ചു. ഒരു മൂന്ന് ആളുകളുണ്ടായിരുന്നു. എന്നാൽ ആ 3 ആളുകളിൽ ഒരാളെ അതിക്രൂരമായി ആന ആക്രമിക്കാനിടയായി. അദ്ദേഹം മരണത്തിനിപ്പോൾ കീഴ്പ്പെട്ടു. ഇവിടെ കേരളത്തിൻ്റെ ഫോറസ്റ്റ് സംവിധാനങ്ങൾ, ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വലിയ വീഴ്ചയാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ഫെൻസിങ് ഒന്നും കേരളത്തിൽ എവിടെ നോക്കിയാലും, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളെടുത്ത് നോക്കിയാൽ കേരളത്തിൽ എവിടെയും ആനയുടെ ആക്രമണമേറ്റ് ജനം മരിക്കുന്നൊരവസ്ഥയുണ്ടാവുകയാണ്. ഈ സ്ഥിതിവിശേഷം മാറണം. ഗതാഗത മന്ത്രിയും കേരള സർക്കാരും ഈ വിഷയത്തിൽ ഇടപെട്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മാധവൻ എന്ന് പറയുന്ന ഈ മധ്യവയസ്കൻ്റെ കുടുംബത്തിന് വേണ്ട ധനസഹായം എത്രയും പെട്ടെന്ന് കൈമാറുകയും അതുപോലെ തന്നെ ഈ മേഖലകളിലെല്ലാം ഫെൻസിങ് നടത്തി ജനങ്ങളെ ഈ കാട്ടാന ശല്യത്തിൽ നിന്ന് രക്ഷിക്കേണ്ട അതിരൂക്ഷമായ ഒരു പ്രശ്നം ഇവിടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പരേതിയായ കുമാരിയാണ് മാധവന്റെ ഭാര്യ. ഷീജ, ശ്രീനി, സിനി എന്നിവരാണ് മക്കൾ. UTV ന്യൂസ്, പാലക്കാട്.